ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറും മെറ്റീരിയലും ആണ്. ഞാൻ പറഞ്ഞില്ല, ഇത് വർക്ക് ചെയ്ത് കണ്ട് നല്ല ഭംഗിയായിട്ടോ നേരെ കാണാനായിട്ട്. നമുക്കൊരു വർക്ക് ചെയ്ത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പം ഇതുപോലെ ഒരു നല്ല ഡാർക്ക് റാണി പിങ്ക് കളറാണ്. ഫാബ്രിക് വന്നിട്ട് ക്രഷ്ഡ് ഓർഗൻസിയാണ്. അതിനകത്തൊരു ഞാൻ പറഞ്ഞത് നമ്മൾ ശരിക്കും ഭയങ്കര ഒരു ഫെദറി ഫീൽ തന്നെയാണ് അതിനകത്ത്. ഭയങ്കര സ്മൂത്ത് ആണ്. ഇതുപോലെ അത് പ്ലീസ് അയൺ ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ കിടന്നോളും. ഒരു ഡബിൾ ഷെയ്ഡും കൂടെ വരും മെറ്റീരിയൽ അറിയാവുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ ഈ നെക്കിൽ ഒരു വി നെക്ക് കൊടുത്തിട്ട് നല്ല കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഫസ്റ്റ് ലെവലിന്റെ താഴോട്ടൊന്ന് പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഒതുങ്ങി തോന്നും. സ്ലീവിലോട്ട് നമ്മൾ ഇത് വർക്കൊന്നും കൊടുത്തിട്ടില്ല. ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ്. ചിലത് നമ്മളിങ്ങനെ പിന്നി പോകുന്ന ചില ഇങ്ങനത്തെ ഉണ്ട്. ഇതിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. നല്ല മെറ്റീരിയലാണ്. അത് തന്നെ വേറൊരു പാറ്റേണിലോട്ടും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത് തന്നെ ഞാനിങ്ങനെ വി നെക്കിലോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ വി കോളറല്ല, വി നെക്ക് വെച്ചിട്ട് തന്നെ ഉള്ളിൽ മിഡിൽ പീസിൽ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ഇതേപോലെ നല്ല അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള വർക്കാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഇതുപോലെ ഉണ്ടാവും. നല്ല ഗോൾഡൻ കളർ കട്ട് ബീഡ്സ് ആണ്. ഇനി വേറൊരു പാറ്റേൺ ഇതിനകത്തോട്ട് തന്നെ. ഇത് കുറച്ചും കൂടെ ക്രഷ്ഡ് ഓർഗൻസ് തന്നെയാണ്, പക്ഷെ മെറ്റീരിയൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് ഇതുപോലെ യോക്ക് ലെവലിലോട്ട് ചെറിയൊരു ഹാൻഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. കുറച്ചും കൂടെ സിമ്പിൾ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രഷ്ഡ് ഓർഗൻസിനാണ് ഞാൻ സിമിലർ ആയിട്ടുള്ള കളേഴ്സ് എല്ലാം കാണിക്കുന്നതാണ്. ഇത് ഇച്ചിരി കൂടെ വേറൊരു ഫാബ്രിക്. ഈ ക്രഷ്ഡ് ഓർഗൻസ് തന്നെ കുറച്ചും കൂടി വേറൊരു പേപ്പർ പോലെ ഉണ്ട്. കാരണം ടസറിന്റെ ഒക്കെ ക്രഷ്ഡ് വരില്ല, അതേപോലെ വരും. അതിനകത്തോട്ട് ഈ ഒരു പാറ്റേണിലേക്കാണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്നത്. കട്ട് ബീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ നെക്കിലോട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാറ്റേൺസ് ഒക്കെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. അപ്പം ഇതിന്റെ റേറ്റ് വരുന്നത്, ഈ ഒരു പാറ്റേണിന്റെ റേറ്റ് വരുന്നത് 3200 പ്ലസ് ഷിപ്പിംഗ് ആണ്. അതിനകത്തോട്ട് ഈ സെക്കൻഡ് പാറ്റേൺ ഇത് കുറച്ചും കൂടെ ടൈം എടുത്തും കുറച്ച് ഹെവി വർക്കുമാണ്. ഇതിന്റെ വരുമ്പോൾ 3550 പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന് വരുന്നത്. ഇതിനകത്തോട്ട് വരുമ്പോൾ ഇത് നമുക്ക് 2990 പ്ലസ് ഷിപ്പിംഗ് ആണ് ഈ പാറ്റേണിന് വരുന്നത്. ഓക്കെ, അപ്പം ഇത് 2750 പ്ലസ് ഷിപ്പിംഗ് ആണ്. ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് വീഡിയോ. ഓക്കെ, ഇത്ര. അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ യോക്കിലോട്ട് നല്ല ഹെവി ആയിട്ടുള്ള, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇത്രയും പോർഷനിലേക്കാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നത്. നെക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇതേപോലെ നല്ല രസമുണ്ട്. ഈ ഫാബ്രിക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നല്ല രസമാട്ടോ ഈ ഫാബ്രിക് കണ്ടോ. ഞാൻ ഇത് നിങ്ങൾക്ക് എന്താ പറയാ, ഇങ്ങനെ വീഡിയോയിൽ എത്രത്തോളം ഇതാന്ന് എനിക്ക് അറിയില്ല. ഇതുപോലെ ഉണ്ട് കണ്ടോ, ഷൈനിങ് പോലെ വരുന്നത്. നല്ല രസമാട്ടോ ഫാബ്രിക്. ഏറ്റവും നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത് തയ്ച്ചിട്ട് അപ്പം നല്ല ഭംഗിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ ഞാൻ ഒരു മെറൂൺ പോലെ തോന്നിട്ട് ഡാർക്ക് റാണി പിങ്ക് കളറാണ്. അപ്പം ഇതേപോലെ ചെസ്റ്റ് പോർഷനിൽ ചെറിയൊരു അത്രയും പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് വീനൊക്കെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പാറ്റേൺ ഇതേപോലെ ഉണ്ട്. അത് ശരിക്കും ഒരു ഫ്രോക്ക് പോലെയൊക്കെ നമുക്ക് വെയർ ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാല് താഴെ ഒരു, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആംഗിൾ ലെങ്ത് ബോട്ടമൊക്കെ വെയർ ചെയ്തിട്ട് ഒരു സിമ്പിൾ ഫ്രോക്ക് പോലെ വെയർ ചെയ്യും. ഇതിന്റെ സ്ലീവിന്റെ എൻഡിലോട്ടും നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയ റെയിൻബോ കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഇതിനകത്തോട്ട് കൊടുത്തേക്കുന്നത്. നെക്ക് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് ഇതുപോലെ ചെറിയൊരു പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇത് കളർ വരുന്നത് റാണി പിങ്ക് തന്നെയാണ്. കുറച്ചും കൂടെ പിങ്കിന്റെ കൂടുതൽ ഷെയ്ഡാണ് വരുന്നത്. നല്ലൊരു ഫാബ്രിക് കണ്ടോ. ഇതും നമുക്ക് ഒരു ഷൈനിങ് പോലെ വന്നിട്ട് ലൈറ്റ് വെയിറ്റ് ആണ്. ഒരു ടസറിന്റെ പോലെ പേപ്പർ അങ്ങനത്തെ ഒരു ഫീൽ അതുപോലത്തെ ഉണ്ടോ. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.